OPPO RENO 10 അങ്ങനെ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ OPPO ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത OPPO RENO 10 സീരീസിലെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള OPPO RENO 10 5G ആണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഇത് കൂടാതെ ഇതിന് പുറമെ RENO 10 Pro വരുന്നുണ്ട്, RENO 10 Pro Plus വരുന്നുണ്ട്. പ്ലസ് കാരണം മാരക ഫോണാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ചിപ്സെറ്റ് വരുന്ന വേറെ ലെവൽ ഫ്ലാഗ്ഷിപ്പ് കില്ലറാണ് കേട്ടോ. സോ എന്തായാലും നമ്മുടെ കയ്യിലുള്ളത് ഈ ബേസ് വേരിയൻ്റ് ആണ്. ഇത് എങ്ങനെയുണ്ട് ഈ ഫോണ്? നല്ല കിടിലും ക്യാമറ എന്തെങ്കിലും ഒപ്റ്റിക്കൽ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ വേറെ ലെവൽ ഫോണാണ്. ഇതെങ്ങനെ, അതായത് ഏതൊക്കെ ആളുകൾക്കാണ് ഇത് യൂസ് ആവാം, നിങ്ങളിത് എടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഡിവൈസ് ആണോ, നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ ഒരു പ്രൈസിന് ഇത് വേർത്ത് ആണെന്നോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഉപകാരപ്പെട്ട ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നമുക്ക് ഈ ഫോൺ റിവ്യൂ ചെയ്യാന്നുള്ളത് നമ്മുടെ സ്വന്തം മലപ്പുറത്തുള്ള പ്ലാനറ്റ് ഡിജിറ്റലാണ്. സോ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാനും അതല്ല വേറെ എന്തെങ്കിലും സ്മാർട്ട് ഫോൺ ആവശ്യങ്ങൾക്കോ സ്മാർട്ട് ഫോൺ ഗാഡ്ജറ്റ്സോ അങ്ങനെ എന്ത് തരം ടെക് ആവശ്യങ്ങൾക്കോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നല്ല രീതിക്കുള്ള ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അവർ തരും കേട്ടോ. സോ നമുക്ക് ഈ ഫോൺ ബുക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മോഡൽ മാത്രമല്ല RENO 10ഉം 10 Proയും 10 Pro Plusഉം അങ്ങനെ ഏത് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കയറി ചെക്ക് ചെയ്യാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ കുറച്ച് യൂസർ മാനുവൽ, അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു TPU കേസ് വരുന്നുണ്ട്, ഒരു ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട് 67 വാട്ടിൻ്റെ, അതുപോലെ തന്നെ ഒരു Type C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ സ്വന്തം OPPO RENO 10 വരുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യം തന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് കേട്ടോ. 120 Hz റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. കൂടാതെ 1 ബില്യൺ കളർ സപ്പോർട്ട് ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇട്ടത്. 1 ബില്യൺ കളർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്രിസ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കേട്ടോ. മാത്രമല്ല ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് നൽകിയുള്ളത്. നല്ലൊരു ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് അവർ തന്നുള്ളത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലിയറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. 950 ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൺലൈറ്റിലും എനിക്ക് നല്ലൊരു വിസിബിലിറ്റി തോന്നി. ഇങ്ങനെ ഡിസ്പ്ലേ എനിക്ക് അങ്ങനെ എടുത്തു പറയുന്ന പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. പേഴ്സണലി ഡിസ്പ്ലേക്ക് എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോണൊക്കെ വളരെ വളരെ സിമ്പിളാണ് കേസ്. ഓക്കെ, വളരെ ലൈറ്റ് വെയിറ്റും, അതേപോലെ ഞാൻ എൻ്റെ S22 Ultra ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ കൂളാണ് കേസ്. ഓക്കെ, നമുക്കിത് വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് വെറും 185 ഗ്രാം വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതാണ് ഇങ്ങനെ ആടി കളിക്കുന്നത്. അതുപോലെ തന്നെ 7.9 mm തിക്നെസ് മാത്രമേ ഇത് വരുന്നുള്ളൂ. സോ വളരെ തിന്നും അതേപോലെ തന്നെ വളരെ വെയിറ്റ്ലെസ്സും ആയിട്ടുള്ള ഒരു ഫോണാണ് കേട്ടത്. സോ അത്യാവശ്യം നല്ല പേഴ്സണലി എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഫാക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ് വന്നുള്ളത്. സോ ബാക്ക് ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് വന്നത് കേട്ടോ. ഗ്ലാസ് ആണ്, ഫ്രണ്ടും ഗ്ലാസ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇതൊരു പൗച്ച് ഇട്ടിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇത് ചില ടൈമിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ കൈ കുറച്ച് ഡ്രൈ ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് കയ്യിൽ നിന്ന് ഊർന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. സോ അത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒരു 10-30,000 റുപ്യേൻ്റെ ഫോണൊക്കെ വാങ്ങിക്കൊണ്ട് പൊട്ടുകയെന്ന് പറഞ്ഞാൽ സങ്കടം തന്നെയാണ് കേസ്. ഓക്കെ, ഈ ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് അടുക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് MediaTekൻ്റെ Dimensity 750 എന്നുള്ള ഒരു 6 nm ബേസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് കേട്ടോ. MediaTekൻ്റെ Dimensity 7050 ആണ് ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് വേണമെങ്കിൽ പറയാം. GPU നോക്കുകയാണെങ്കിൽ മാലിയുടെ G68 MC4 എന്നുള്ള GPU ആണ് കൊടുത്തുള്ളത്. പിന്നെ ഇതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Android 13 ബേസ്ഡ് ആയിട്ടുള്ള OPPOയുടെ സ്വന്തം ColorOS 13.1 വന്നുള്ളത് കേട്ടോ. എനിക്ക് പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ColorOSൻ്റെ ഈ ഒരു വെർഷൻ ഞാൻ കുറേ RENO ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു വെർഷൻ എനിക്ക് പേഴ്സണലി ഒരുപാടധികം ഇഷ്ടപ്പെട്ടു. കാരണം നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു OS ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ഞാൻ കുറേ OPPOയുടെ ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര ഒരു താല്പര്യമുള്ള OS അല്ല ColorOS എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു OS ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു തീമും കാര്യങ്ങളൊക്കെ കേട്ടോ. 13.1ൻ്റെ തീമൊക്കെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ നോക്കുക. പിന്നെ ഇതിന് 8 GB റാമും 256 GB സ്റ്റോറേജും വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കേട്ടോ. 256 GB വേരിയൻ്റ് ആണ് മിനിമം വേരിയൻ്റ്. ഈ ഒരു വേരിയൻ്റ് മാത്രമേ ഇത് വരുന്നുള്ളൂ. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. റാം നോക്കുകയാണെങ്കിൽ LPDDR4Xൻ്റെ റാമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തതാണ് ഇതിലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. സോ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു ഫോൺസിലും നമുക്ക് മെമ്മറി കാർഡ്സും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു SD സ്ലോട്ട് അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്കൊരു എക്സ്പാൻഡബിൾ സ്റ്റോറേജ്, അതായത് 1 TB വരെ നിങ്ങൾക്ക് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആരും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു SD കാർഡ് കൊടുക്കാറില്ല. സോ പെർഫോമൻസ് വൈസ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചു നോക്കി. BGMIക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതിൽ വരുന്നില്ല എന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ OPPOയുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൈ പെർഫോമൻസ് മോഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഗെയിമിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് ഇതിൽ ഞാൻ ഒരുപാട് നേരമായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാണ്. അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഒരു ഹീറ്റിങ്ങോ എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് എന്താണ് ഹീറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് കേട്ടോ. ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയ
ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ഹൈ എൻഡ് ഗെയിമിംഗ് പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്, ഒരു മീഡിയം ഒരു ആവറേജ് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് കിട്ടും. സോ അത്യാവശ്യം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പെർഫോമൻസ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ആയിട്ട് എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു മേഖലയാണ് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഒരു വെറൈറ്റി ക്യാമറ മൊഡ്യൂളാണ് ഇത്തവണ ഓപ്പോ നൽകിയിട്ടുള്ളത്, ഒരു ഓവൽ ഷേപ്പിൽ. ബട്ട് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നല്ല രീതിക്ക് തള്ളി നിൽക്കുന്നുണ്ട് കേസ്. ഓക്കെ, എനിക്കിത് ഒരു കവറിടാതെ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാരണം നല്ല രീതിക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി, കാരണം ഇത്രയധികം പ്രൊജക്റ്റ് ചെയ്യേണ്ടിയില്ലായിരുന്നു. ഓക്കെ, പൗച്ചിട്ടാൽ മതി, പൗച്ചിട്ടാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ എന്തായാലും ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നുള്ളത്. 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, 32 മെഗാ പിക്സലിൻ്റെ ഒരു 2x ഒപ്റ്റിക്കൽ സൂം നൽകിയിട്ടുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ ക്യാമറ വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല രീതിക്കുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് സാമ്പിൾസ് കാണിച്ചു തരാം. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അതായത് അത്യാവശ്യം നല്ലൊരു ബ്ലോ ഔട്ട് നല്ലൊരു സൺലൈറ്റ് ഉള്ള ടൈമിലാണെങ്കിൽ പോലും നമ്മുടെ സ്കൈയൊക്കെ ചെറുതായിട്ട് അവർ പ്രോസസ്സ് ചെയ്തിട്ടാണ്, കറക്റ്റ് ക്യാമറ വെച്ചിട്ടല്ല എന്നാലും പ്രോസസ്സ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഡൈനാമിക് റേഞ്ച്, അതായത് അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ഈ ക്യാമറയിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചില ടൈമിൽ, അതായത് ചില ടൈമിൽ ഹ്യൂമൻ സബ്ജക്റ്റൊക്കെ വരുമ്പോൾ സ്കൈ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നി. അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ചില ടൈമിൽ മാത്രം. പക്ഷെ നമ്മൾ അത്രയും ലൈറ്റ് ഹാർഡായിട്ട് നിൽക്കുന്ന ടൈമിൽ എടുക്കുമ്പോഴും, നമ്മൾ സെൽഫി എടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോഴാണെങ്കിലും നല്ല രീതിക്ക് സ്കൈയും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഡീറ്റെയിൽസൊക്കെ അവർ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഞാൻ അധിക ഫോൺസിലും നമ്മൾ വെയിലത്തിറങ്ങി ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ കറക്റ്റ് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചു തരും, സ്കൈ മൊത്തം വൈറ്റ് ആയിട്ടായിരിക്കും കാണിക്കാൻ. സോ ഇതിൽ അങ്ങനെയല്ല, കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സ്കൈയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഡീറ്റെയിൽ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2x ടെലിസ്കോപ്പി ലെൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് 2xൽ പോർട്രേറ്റിൽ ബ്ലറായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ള ഇമേജസ് കിട്ടുന്നുണ്ട്. ചെറിയൊരു ഓപ്പോയുടെ ഭാഗത്തുള്ള ചെറിയൊരു വെളുപ്പിക്കൽ പരിപാടി ഇതിലും വന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു കുഴപ്പം തോന്നിയില്ല, എന്നാലും അത് ഓഫാക്കി ഇട്ടാലും ചെറിയൊരു വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ചെറിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത്, ചില ഇമേജസ് നമുക്ക് ഭയങ്കര ഷാർപ്പായിട്ട്, നമ്മളിപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റ്, അതായത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ചില ടൈമിൽ, അതായത് ചില ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ഞാൻ എടുത്ത അത്യാവശ്യം നല്ല സൺലൈറ്റുള്ള ടൈമിലാട്ടോ കുറച്ച് ഷാർപ്പായിട്ടുള്ള ഇമേജ് ആയിട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. കുറച്ച് ഷാർപ്പ് ചില ഇമേജസിൽ മാത്രമേ ഉള്ളൂ, ചില പോർട്രേറ്റ് മോഡിൽ മാത്രം, അതേപോലെ ചില പ്രൈമറി ക്യാമറയിൽ എടുക്കുമ്പോൾ മാത്രമേ എനിക്കൊരു ഇഷ്യൂ ഫീൽ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഇതിന് സൂമിങ് നോക്കുകയാണെങ്കിൽ ഇത് ടെലിസ്കോപ്പിക് ലെൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒപ്റ്റിക്കൽ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2x വരെ എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. എന്നാലും 10x അതേപോലെ തന്നെ 5x 10x 20xലും നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ലെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർ പ്രോസസ്സ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തരുന്നു കേട്ടോ. ഞാൻ ഇത്രയും ഒരു ക്വാളിറ്റി ഒരിക്കലും ഈ ഒരു ക്യാമറ വെച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ 20xൽ ഫോട്ടോ എടുക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും അത് എടുത്തു കഴിഞ്ഞ് നമ്മൾ ഗാലറിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് അവർ പ്രോസസ്സ് ചെയ്തിട്ട് നല്ല ഷാർപ്പൻഡ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഇമേജ് അവർ നൽകിയിട്ടുണ്ട്. സോ അതെനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കൈയടി നമുക്ക് ഓപ്പോക്ക് നൽകാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര ഒരു ക്വാളിറ്റി ഉള്ള ക്യാമറാസ് വരാറില്ല പൊതുവേ. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ 4Kയിൽ 30 FPS വീഡിയോസും കാര്യങ്ങളൊക്കെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. 4Kയിൽ 60 കിട്ടുന്നില്ല. 4Kയിൽ നമുക്ക് സ്റ്റെബിലൈസേഷനും കിട്ടുന്നില്ല കേട്ടോ. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അങ്ങനെ വരുന്നത്, അത് കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ കിട്ടുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്റ്റെബിലൈസേഷനാണ്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കുഴപ്പമില്ല, 4Kയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റെബിലൈസേഷൻ കുറച്ച് മോശമായിട്ട് എനിക്ക് തോന്നി. ഞാൻ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ലൊരു ഷെയ്ക്കി ആയിട്ടുള്ള ഒരു ഫൂട്ടേജസാണ് നമുക്ക് 4Kയിൽ കിട്ടുന്നത് കേട്ടോ. നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഷെയ്ക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി അതിൽ തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ക്വാളിറ്റി ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ ഇത് ചൂസ് ചെയ്യാവൂ. പിന്നെ ബാക്ക് ക്യാമറയിൽ നമുക്ക് ബൊക്കെ ഇമേജ്, അതായത് പോർട്രേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ബ്ലറാവുന്നുണ്ട്. പക്ഷേ ചില ടൈമിൽ എഡ്ജ് ഡിറ്റക്ഷൻ കുറച്ച് വീക്കായ മാതിരി എനിക്ക് തോന്നി. കാരണം 720p അങ്ങോട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. 1080pയിൽ നമുക്ക് ബൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. സോ എന്തായാലും നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ അതിൻ്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചില ടൈമിൽ നമ്മൾ നല്ല രീതിക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കുറച്ച് ഇങ്ങനെ പാളി പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്റ്റിൽ അനങ്ങാതെ നിൽക്കുന്ന വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ബൊക്കെ മോഡും കാര്യങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട് കേട്ടോ. സോ പേഴ്സണലി എനിക്ക് അങ്ങനെ എടുത്ത് പറയേണ്ട ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയത് ഈ ഒരു കാര്യം മാത്രമാണ്. കുറച്ച് ഷാർപ്പണ്ടായിട്ട് ഇമേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർട്രേറ്റ് വീഡിയോയിൽ വരുന്ന ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ്ങിൽ വരുന്ന ചെറിയൊരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. സോ ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നുള്ള ഒരു 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ പഞ്ച് ഹോൾ ക്യാമറയാണ് ഓപ്പോ നൽകിയിട്ടുള്ളത്. സോ കിഡിലും ക്യാമറയാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും ഫ്രണ്ട് ക്യാമറയിൽ തോന്നിയിട്ടില്ല കേട്ടോ. സോ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയൊരു സ്റ്റെബിലൈസേഷൻ അല്ല, ബാക്ക് ക്യാമറയിൽ അത്ര സ്റ്റെബിലൈസേഷൻ ഫ്രണ്ടിൽ വരുന്നില്ല. എന്നാലും ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫോട്ടോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും അതും അത്യാവശ്യം നല്ല രീതിക്ക് പോർട്രേറ്റ് മോഡാണെങ്കിലും നോർമൽ മോഡാണെങ്കിലും
നല്ല രീതിക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് തന്നെ ഉണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല രീതിക്ക് സൺലൈറ്റുള്ള ടൈമിൽ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ പോലും ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിക്ക് ഒപ്റ്റിമൈസ് ആയിട്ട് നല്ലൊരു ഡീറ്റെയിൽസ് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ ക്യാമറ വൈസ് എനിക്ക് ഇത്രേ പറയാൻ കേട്ടോ, നല്ലൊരു കിടിലൻ ക്യാമറ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേർത്ത് ആയിട്ടുള്ള ഒരു ക്യാമറ ഫോണാണ്. കാരണം ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഒപ്റ്റിക്കൽ സൂം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബാറ്ററിയാണ് വന്നുള്ളത്. കിടിലൻ ബാറ്ററി ബാക്കപ്പ് ആണ്. ഞാനിപ്പോൾ ഏകദേശം ഇന്നലെ നൈറ്റ് തൊട്ട് യൂസ് തുടങ്ങിയതാണ്. 70% ഗെയിം കളിച്ചു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു, എല്ലാ രീതികളും യൂസ് ചെയ്തിട്ടും 70% ബാക്കി വരുന്നുണ്ട്. നല്ല രീതിക്ക് നിങ്ങൾക്ക് കൂളായിട്ട് വൺ ഡേ യൂസ് എന്തായാലും കിട്ടും. നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ പോലും വൺ ഡേ ബാക്കപ്പ് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഇതിന് കൂടാതെ തന്നെ 67 വാട്ടിൻ്റെ ഓപ്പോയുടെ സൂപ്പർ ബോക്സ് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. കുത്തി വെച്ചാൽ തന്നെ ഫുൾ ചാർജ് ആവും. സോ എന്തായാലും ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്, NFC വരുന്നുണ്ട്, അതേപോലെ തന്നെ IR പോർട്ട് വരുന്നുണ്ട്. സോ നമുക്കിത് റിമോട്ടായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു IR പോർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളും അങ്ങനെ എല്ലാവിധ ഡെഡിക്കേറ്റഡുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കുത്തി നടത്തിയിട്ടുണ്ട്. സംഭവം ഒരു നല്ലൊരു പാക്കേജ് തന്നെയാണ് കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യം 5G ബാൻഡ്സ് എത്ര ഉണ്ട്. അത്യാവശ്യം നല്ലൊരു 5G ബാൻഡ്സ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ 13 സംതിങ് 5G ബാൻഡ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. സോ 5G ബാൻഡ്സിൻ്റെ രീതിയിൽ അങ്ങനെ ഒരു ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ പേഴ്സണലി ഒരു നല്ലൊരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ 8GB റാമും 256GB വരെയും വരുന്നത് 32,999 രൂപയാണ്. അത് നല്ലൊരു പ്രൈസിംഗ് ആണ്. കാരണം 256GB സ്റ്റോറേജ് വരുന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു പ്രൈസിംഗ് ആണ് കേട്ടോ. 128 ആണെങ്കിൽ അത്ര ഒരു നല്ല പ്രൈസിംഗ് ആയിരുന്നില്ല. പക്ഷേ അവർ 256GB സ്റ്റോറേജ് നൽകിയതുകൊണ്ട് നമുക്ക് 33,000 രൂപയ്ക്ക് ഇത് വേർത്ത് തന്നെയാണ്. അതല്ല, ഇനി നിങ്ങൾ കുറച്ചും കൂടി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിയലി വേർത്ത് ആയിരിക്കും കേട്ടോ. നമുക്കൊരു 28 അല്ലെങ്കിൽ 30,000 ഒക്കെ കിട്ടുകയാണെങ്കിൽ റിയലി വേർത്താണ്. കാരണം ക്യാമറയിൽ 2x ഒപ്റ്റിക്കൽ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്ക് ചെയ്തോളി. സോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ. പുതിയ ടെക്നോളജിയോട് നമുക്ക് വീണ്ടും കണ്ടിട്ട് വരെ ഗുഡ് ബൈ.